കുട്ടികളെ നമുക്ക് പാസ്ത ഉണ്ടാക്കിയാൽ ഈ പാസ്ത ഉണ്ടല്ലോ നമുക്കൊരു ഗസ്റ്റ് വരുമ്പോൾ കൊടുക്കാവുന്ന പാകത്തിൽ അത്ര റിച്ച് ആയിട്ട് ഇതിനെ ഉണ്ടാക്കണം കേട്ടോ. അതിനില്ലേ ആവശ്യത്തിൽ കൂടുതൽ വെള്ളം, അതിൽ ഉപ്പ്, എന്തെങ്കിലും ഒരു സൺഫ്ലവർ ഓയിൽ, അത് തിളച്ച് വരുമ്പോൾ ഈ പാസ്ത അതങ്ങ് പൊട്ടിച്ചിട്ട് ഏകദേശം ഒരു 10-12 മിനിറ്റ് വേണം കേട്ടോ ഇത് വേവാനായിട്ട്. എന്നിട്ട് നമ്മളൊരു പാത്രത്തിൽ ഊറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രം എടുക്കുക, അതിൽ ബട്ടർ കേട്ടോ, ബട്ടർ ഇട്ടിട്ട് അതിൽ ഒരു 5-6 വെളുത്തുള്ളി, ഒരു 6-7 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്നും ആദ്യം ഇളക്കുക. ഒരുപാട് മൊരിയരുത്. നേപ്പാളിയോ ചൈനീസോ എവിടത്തെയോ ഉള്ളൊരു ഡിഷാണ്, അപ്പോൾ അത് അധികം മൊരിയാൻ പാടില്ല നമ്മുടെ കേരള സ്റ്റൈൽ കേട്ടോ. അപ്പോൾ ബട്ടറൊക്കെ ആവശ്യത്തിൽ കൂടുതൽ കേട്ടോ. എന്നിട്ട് ഒരു സവാള കുനുകുനാന്ന് പറഞ്ഞ് അരിയണം. ഇത് നമ്മുടെ കേരള സ്റ്റൈല്, നമ്മുടെ സാറമ്മ സ്റ്റൈലും എല്ലാ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കൊണ്ട് പ്രാന്തായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇല്ലേ സവാളയിൽ ഒരു പച്ചമുളക് ഇട്ടു കേട്ടോ, നല്ല എരിവുള്ള ഒരു പച്ചമുളക് കുനുകുനാന്ന് അരിയുക. ഞാൻ കുറച്ചുകൂടി ബട്ടർ വാരിയിട്ടിട്ടോ. പിന്നെ ഒരു 2 തക്കാളി, ഓക്കെ, 2 തക്കാളി കുനുകുനാന്ന് പറഞ്ഞ അരിയുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക. പിന്നെ ഒരു ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഗ്രേറ്റ് ചെയ്തിട്ട്, എനിക്ക് തോന്നുന്നു ആവശ്യത്തിലധികം പച്ചക്കറികളെല്ലാം ഇടാൻ തോന്നുന്നു. നമ്മളുടെ അടുത്ത് ഉണ്ടായിരുന്നെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ക്യാപ്സിക്കം പച്ചയും മഞ്ഞയും ചുവപ്പും ഉള്ള ക്യാപ്സിക്കം മുഴുവൻ ഞാൻ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് കോൺ ഇരുന്ന് വെച്ച് നമ്മുടെ ചോളം ഇല്ലേടാ കടിച്ച് വെച്ചിട്ടുണ്ടത്, അത് കുറച്ചുണ്ടായിരുന്നു, അതെടുത്തിട്ടു. പിന്നെ മല്ലിയില ഉണ്ടായിരുന്നു, മറ്റേ ഓണിയൻ എന്നടാ ഈ ഉള്ളിയുടെ ഇല, ഓനിയൻ ലീഫോ അങ്ങനെ എന്തോ, അതെടുത്ത് കുറച്ചിട്ടിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ചൈനക്കാരെ നേപ്പാളികളുടെയും ഡിഷിലുണ്ടാവുന്നതാണ്, നമ്മുടെ കേരള സ്റ്റൈൽ വിടാൻ പറ്റില്ല. അപ്പോൾ കുറച്ചങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കുക, അല്ലാതെ ഒരുപാടൊന്നും വേണ്ട. പിന്നില്ലേ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ, ഈ ഒരു കയ്യിലൊന്നും നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, 2 ടീസ്പൂൺ മൈദ വേണം കേട്ടോ. 2 ടീസ്പൂൺ മൈദ വേണം. അയ്യോ, കുക്കറടിക്കേണ്ട, കുക്കറിൻ്റെ ശബ്ദമാണ്. പിന്നെ ഇങ്ങനത്തെ കെച്ചപ്പ് മേടിക്കാൻ കിട്ടും, നമ്മുടെ പാസ്ത കെച്ചപ്പ് എന്ന് പറഞ്ഞിട്ട് മേടിക്കാൻ കിട്ടും. അതും അങ്ങോട്ട് ഇടുക. അതിട്ടിട്ട് പാലൊഴിക്കുക. പാൽ അങ്ങനെ തന്നെ കുറേ ഒഴിക്കണമെന്നില്ല, പാലും വെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കുക കേട്ടോ. അത്രയും കട്ടിപ്പാലാണിത്. അപ്പോൾ ഒരുവിധം നമ്മുടെ പാസ്തയുടെ അളവും ഈ പാലൊഴിക്കണ അളവും ഏകദേശം നമുക്ക് അറിയാൻ പറ്റണമല്ലോ. ഇതിങ്ങനെ മുങ്ങി കുഴഞ്ഞ് കിടക്കണം. ഈ മൈദ ഇട്ടേക്കണോണ്ട് ഒരു കുറുകിയ അതായത് വൈറ്റ് സോസ് ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ പാസ്തയുടെ മറ്റേ സോസൊക്കെ വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. പിന്നെ നമ്മൾ പുറത്തേക്ക് ഉണ്ടാക്കുന്ന രീതിയിൽ ആരെങ്കിലും ഗസ്റ്റ് വരുമ്പോൾ നമുക്ക് നല്ല അടിപൊളി വില കിട്ടാനും ടേസ്റ്റി ആയിട്ടൊരു സാധനമാണ്. ഇതിൻ്റെ പുറമേ നമ്മുടെ കേരള ടച്ചിങ് ഉണ്ടാവാൻ വേണ്ടി ചതച്ച മുളക് മേളിൽ തൂകുക, ചതച്ച കുരുമുളക് തൂകുക, പിന്നെ നമ്മുടെ ഒറിഗാനോ അത് തൂകുക. ഇതെല്ലാം മേളിലിട്ട് ഒരു 3-4 ലെയർ ചീസും കൂടി ഇട്ടിട്ടാലുണ്ടല്ലോ വേറെ ലെവൽ. ഉറപ്പാണ് നിങ്ങളോട് കൈ തന്ന് പറയും അടിപൊളിയായിട്ടുണ്ടെന്ന്. കാരണം അതുപോലെ കുറേ കൈ തരലും കുറേ ഉമ്മകളൊക്കെ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. ഈ പാത്രമൊക്കെ അടിപൊളിയാണ്. ഒറിഗാനോയുടെ ലിങ്കും ഈ പാത്രത്തിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കട്ടെ. അപ്പോൾ അത്രയ്ക്കുള്ളൂ.